സ്നേഹിക്കാൻ അറിയത്തില്ല എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ശരിക്കും നല്ലപോലെ സ്നേഹിക്കുന്നവരായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അറിയാതെ ഒരുപാട് മാറിയിട്ടുണ്ട്. അറിയാണ്ട് പോയത് ഭയം. സ്നേഹം എന്ന സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇത്ര പാട്ട് കൊടുക്കും, ഇത്ര പാട്ട് മാറ്റി വെക്കും. കാരണം അത് ഭയമാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാവാൻ പോണ കാര്യങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര പാട്ട് മാറ്റി വെച്ചത്. പക്ഷെ അത് എന്തോരം പ്രശ്നം ഉണ്ടാക്കും അല്ലേ? അവസാനം നമ്മളുടെ കാര്യം അറിയും, എനിക്കിങ്ങനെ അറിയത്തുള്ളൂ, എനിക്കിങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. ശരിക്കും അങ്ങനല്ല. നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം, ഓരോ മനുഷ്യനും സ്നേഹിക്കാൻ അറിയാം. പക്ഷെ പേടിയാ. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും പേടിയാ. പൈസ കൊടുത്താലേ സ്നേഹം കിട്ടുമെന്ന് കുറെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ അതുമായിട്ട് അതെങ്ങനെയാന്ന് ഇമാജിൻ ചെയ്യാനൊന്നും കഴിയുന്നില്ല. പൈസ കൊടുത്താൽ സ്നേഹം കിട്ടും, അത് സ്നേഹമാണോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല. ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ട് സ്നേഹം വാങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളി മനുഷ്യരുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലുണ്ട് ഈ പറയുന്ന പേടി. എല്ലാരും ഓടുക, എങ്ങോട്ടൊക്കെ ഓടുക. പേടിയാ. ഞാൻ ഒരു 5-6 വട്ടം പറഞ്ഞാണല്ലോ ഇപ്പം പേടിയാന്ന്. എന്ത് പറയണമെന്നറിയില്ല. എന്നോ ഒരു ദിവസം അവര് ബ്രേക്കായിപ്പോയി. സ്നേഹം എന്ന് പറയുന്ന സാധനത്തിന്റെ മുമ്പിൽ നിന്നു. അതിനുശേഷം അവർ ആക്ട് ചെയ്യുക. സ്നേഹിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് അവർ ആക്ട് ചെയ്യുക. ശരിക്കും അവരുടെ ഉള്ളിലുള്ള സാധനത്തിനെ വെളിയിലേക്ക് എടുത്തോണ്ടല്ലോ, അതിനോളം വരുത്തില്ല വേറെ ഒന്നും. എൻജോയ് ചെയ്യണം ഓരോ നിമിഷം. ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുക. ചെറിയ കാര്യങ്ങളാണ് സ്നേഹം എന്നൊക്കെ പറയുന്നത്, എങ്ങനെയും കാണിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കാണും, കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ അവിടെ കൊണ്ടുപോയി കാണിക്കുക, അത് അവരെയും കാണിക്കുക, അതും ഒരു സന്തോഷമാണ്. ഇവിടെ എത്ര സംഭവങ്ങളുണ്ടെന്നറിയാം ഈ പ്രകൃതിയിൽ. അതൊന്നും നമ്മൾ ഒരു പൂവാവട്ടെ, അതിങ്ങനെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ അതെന്തൊരു ഹാപ്പിനെസ് ആണെന്നറിയോ? അതൊന്നും ആരും ചെയ്യത്തില്ലടോ. എല്ലാവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് ചെറിയ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് എല്ലാം കുളമാക്കും. എല്ലാവരുടെയും വിചാരം സ്നേഹം എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവം എടുത്ത് കൈ കൊടുക്കണം, ഭയങ്കര വലിയൊരു ഭാരമായിട്ടാണ് സ്നേഹത്തിന് എല്ലാവരും കണ്ടേക്കുന്നത്. പക്ഷെ അതെ, ഇത്രയേ ഉള്ളൂ ആ സംഭവം. കൊടുക്ക്. നിങ്ങൾ പണ്ടത്തെ നിങ്ങളാവും. ഇപ്പൊ നീ ജീവിക്കുന്നത് വേറെ ആരോ ആയിട്ടാണ്. ഇപ്പൊ നീ ജീവിക്കുന്ന ശരിക്കും നീയായിട്ടല്ല. ഉണ്ടായ ഒരുപാട് അനുഭവങ്ങൾ എടുത്തിട്ട് അതിനെ എങ്ങനെയൊക്കെയോ പണിഞ്ഞൊരു രൂപമാക്കിയിട്ട് അത് നീ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കുക. ഇതിന്റെ പിന്നിലാ നീ ഉള്ളത്. നീ പുറത്തു പോവാ. എന്തിനാ നീ വേറൊരാളായിട്ട് ജീവിക്കുന്നത്? അപ്പെല്ലാം പറഞ്ഞ പോലെ തീരുമാനിക്ക എന്ത് ചെയ്യണോന്ന്. ജീവിക്ക് സമാധാനത്തോടുകൂടി. അടുത്തുള്ളവരെ ചെറിയൊരു പൂ വെച്ച് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് ജീവിക്കും.